പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പരസ്പരം ഏറ്റുമുട്ടിയതിന്റെ ഓർമ്മകൾ പങ്കുവച്ച കുര്യനും കുറുപ്പും 1991 മാവേലിക്കര മണ്ഡലത്തിലായിരുന്നു സുരേഷ് കുറുപ്പിന്റെയും PJ കുര്യന്റെയും നേർക്കുനേർ പോരാട്ടം. ഒരിക്കൽ PJ കുര്യനെ പരാജയപ്പെടുത്തിയ ഫ്രാൻസിസ് ജോർജാണ് ഇക്കുറി കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി. ഇതുപോലുള്ള നല്ല ആളുകളെ ഞങ്ങൾ തമ്മിൽ മത്സരിച്ചതാണ്, മനസ്സിലായല്ലോ. എനിക്ക് വേണ്ടി അദ്ദേഹം തോറ്റു തന്നതാണ് ഞങ്ങൾ തമ്മിൽ. പക്ഷേ ഞാൻ പറയാമല്ലോ, അതായത് ഇതുപോലുള്ള നല്ല ആളുകളെ ആ പാർട്ടി സ്ഥാനാർത്ഥികളാക്കാതിരുന്ന എന്തുവാണെന്ന് എനിക്ക് സങ്കടം തോന്നുന്നുണ്ട്. കോട്ടയം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിലാണ് പഴയ തെരഞ്ഞെടുപ്പ് ഓർമ്മകൾ കുറുപ്പും കുര്യനും പങ്കുവച്ചത്. കുര്യന്റെ പ്രശംസയ്ക്ക് കുറുപ്പിന്റെ മറുപടി ഇങ്ങനെ: എന്നെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്കൊക്കെ നന്ദിയുണ്ട്. പക്ഷേ തുടർച്ചയായി ആളുകൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുക. നിങ്ങൾ ഓർക്കണം, ഇവിടെ പറഞ്ഞല്ലോ 28 വയസ്സിൽ കോട്ടയത്ത് തന്നെ സ്ഥാനാർത്ഥിയാക്കി. ആയിട്ടില്ല, മാത്രമേ ഉള്ളൂ. സ്ഥാനാർത്ഥിയാക്കി ജയിച്ചു. അതിനുശേഷം നിരന്തരമായി മത്സരിച്ചു. തുടർച്ചയായിട്ട് ഇങ്ങനെ എല്ലാ തെരഞ്ഞെടുപ്പിലും ഒരാൾ തന്നെ മത്സരിക്കുക എന്ന് പറയുന്നതിലൊന്നും അതൊരു കാര്യമുള്ള കാര്യം. 91 മാവേലിക്കര മണ്ഡലത്തിലായിരുന്നു ഇരുവരും പരസ്പരം ഏറ്റുമുട്ടിയത്. മാവേലിക്കര പാർലമെന്റിലെ ഒരു പ്രത്യേകതയുണ്ട്. ഒരാൾ ഒരു പ്രാവശ്യമേ ജയിച്ചിട്ടുള്ളൂ എനിക്ക് മുമ്പേ. അപ്പം ഞാൻ 80 ജയിച്ചു, പിന്നെ 89 ജയിച്ചു, 89 ജയിച്ചു. അപ്പോൾ എന്നെ പാർട്ടി ആലോചിച്ചു, എന്നെ നേരിടാൻ പറ്റിയ ആളാണ് ചെറുപ്പക്കാരനായ, സുമുഖനായ, സുന്ദരനായ, ഗ്ലാമർ താരമായ എൻ്റെ അടുത്ത സുഹൃത്തായ കുറുപ്പിനെ എനിക്കെതിരെ മത്സരിപ്പിച്ചു. അന്ന് താൻ പരാജയപ്പെട്ടത് മണ്ഡലത്തിൽ PJ കുര്യനുണ്ടായിരുന്ന വ്യക്തിബന്ധത്തിന് മുന്നിലാണെന്ന് സുരേഷ് കുറുപ്പ്. എല്ലാ സാമുദായിക സമവാക്യങ്ങൾക്കും അപ്പുറമുള്ള ഒരു ബന്ധം കുര്യൻ സാറിന് മാവേലിക്കര മണ്ഡലത്തിലുണ്ട്. 99 ഇടുക്കിയിൽ PJ കുര്യനെ പരാജയപ്പെടുത്തിയ ഫ്രാൻസിസ് ജോർജാണ് ഇക്കുറി കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി. അന്ന് BJP വോട്ടുകൾ കൂടി ഫ്രാൻസിസ് ജോർജിന് ലഭിച്ചതുകൊണ്ടാണ് താൻ പരാജയപ്പെട്ടതെന്നും PJ കുര്യൻ പറഞ്ഞു. സാംജിത് ആർപ്പുക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.